എല്ലാം ശരിയാക്കണേ. ബ്രോ ഫസ്റ്റ് ടൈം ആണോ? അതെ. കിട്ടുമായിരിക്കും അല്ലേ? എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ ബ്രോ അങ്ങനെ പറയുന്നേ? ഞാൻ എത്ര വർഷമായെന്നറിയോ ഇതിന്റെ പറയെ? ചിൽ മാൻ, ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ കിട്ടും. പാടായിരിക്കുവോ? ഞാൻ എന്തായാലും പ്രിപ്പയർഡ് ആണ്. ഷോ ഞാനാണെ പ്രിപ്പയർഡും അല്ല. Goshal? Jagat? അല്ല, ജഗത് ഘോഷൽ. Oh, upstairs. Prior experience എന്തെങ്കിലും? അല്ല, എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോവാ, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. Actually, experience doesn't matter. അതെന്ത് പരിപാടി? സാധാരണ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലല്ലേ ഹയർ ചെയ്യൂ. അതെ, എന്റെ കമ്പനിയിലോട്ടല്ല ഹയർ ചെയ്യുന്നത്, എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയാ. അതല്ലേ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നത്, ഹയറിംഗ് എ ബോയ് ഫ്രണ്ട് എന്ന്. പക്ഷെ എക്സ്പീരിയൻസ് വേണ്ടെന്ന് അതിൽ പറഞ്ഞില്ലല്ലോ. എക്സ്പീരിയൻസ് വേണോന്നും അതിൽ പറഞ്ഞിട്ടില്ലല്ലോ. സി, എല്ലാ കമ്പനിയിലും പറയുന്ന തൊട്ട് എക്സ്പീരിയൻസ്ഡ് ആസ് വെൽ ആസ് ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ. ആ, അത് കേട്ടാ മതി. എന്നാ ഓക്കെ. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങാം. ഇപ്പൊ ഒരു വേക്കൻസി ഉള്ളു, വേണമെങ്കിൽ ഒരാളെ ബെഞ്ചിങ് ചെയ്യാം. ഓഫീസിലേക്കല്ലെന്ന് പറഞ്ഞിട്ട് പഞ്ചിങ് ഒക്കെ ഉണ്ടോ? Oh my God. എടാ മണ്ട, പഞ്ചിങ് അല്ല ബെഞ്ചിങ്, ഇത് വേറെ. എന്താ ഇതൊക്കെ? സി, ഇപ്പോ ഞാൻ നിങ്ങളുടെ ഒരാളെ ഡേറ്റ് ചെയ്ത് തുടങ്ങി, എനിക്കതങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല, അപ്പൊ ഞാൻ ഒരാളെ ബാക്കപ്പ് വെക്കുന്നു. അത് കൊള്ളാം. എങ്ങനെ? അല്ല, മാഡത്തെ ഡേറ്റിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ ബാക്കപ്പ് വെക്കായിരിക്കും അല്ലേ? തുടങ്ങുന്നതിന് മുമ്പ് പിരിച്ചിടണമെന്നുണ്ടോ? വേണ്ട, മാഡം കണ്ടിന്യൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാനും കൺഫ്യൂസ്ഡ് ആണ്. ഒരു വേക്കൻസിയേ ഉള്ളൂ. സിറ്റുവേഷൻഷിപ്പിന് താല്പര്യമുണ്ടോ? അതെന്തോ? ഞാനിസ് ഓക്കെയാണ്. എന്നാ ഞാനും ഓക്കെയാ. ഓക്കെ, ചിലപ്പോ ഞാൻ ഗോസ്റ്റിംഗ് ചെയ്യും, ചിലപ്പോ ഞാൻ സോംബിങ് ചെയ്യും. സോംബിങ്, ഗോസ്റ്റിംഗ്, സബ്ടൈറ്റിൽ ഉണ്ടോ? അതായത് കമ്പനി ഞാൻ ചിലപ്പോൾ അങ്ങ് പിരിച്ചുവിടും, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും. ഓ അങ്ങനെ. ഈ തിരിച്ചു വിളിക്കുന്നതിന് മുന്നേ മെയിൽ വല്ലോ അയക്കോ? അതൊക്കെ എന്റെ ഇഷ്ടം. ഓ, ഞാൻ ബിസി ആയിരിക്കും, അതുകൊണ്ട് ചോദിച്ചത്. രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ഓക്കെയാ, എന്തേലുമൊക്കെ ചെയ്താ മതി. റൗണ്ട് 1. 3 years എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ടെൽ മീ അബൌട്ട് യുവർ ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ട് അല്ല, ഗേൾഫ്രണ്ട്സ്. ഒരു വർഷം 3 ഇൻട്രസ്റ്റിംഗ്, കേക്കട്ടെ. എന്തോ പറയാം മാഡം, ഇവളന്മാരെ പറ്റി. റെഡ് മാർക്ക്. താൻ തന്റെ പഴയ ഗേൾഫ്രണ്ട്സിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോ തന്നെ നെഗറ്റീവ്സ് ആണ്, എന്ന് വെച്ചാൽ എന്നെ പറ്റിയും പറയുന്നല്ലേ? എന്തിനാണ് മാഡം ഈ പഴയ ആൾക്കാരെ പറ്റി ചോദിക്കുന്നത്? എവിടെ പോയാലും ഇത് തന്നെ, പഴയ ആൾക്കാരോടെ പോയി. പഴയ ആൾക്കാരൊക്കെ നല്ലതായിരിക്കാം, പക്ഷെ അവര് പോയില്ലേ. പുതിയ ആൾക്കാരെ കേറി വരട്ടെ. പുതിയ ടാലൻസിന് ഒരുമാതിരി ചാൻസ് കൊടുക്കാത്ത പോലെ ആവില്ലേ? തന്നെ ബാൻ ചെയ്യണോ? ഇവിടെ ആര് അടകള ബാബു ബാൻ ചെയ്യാൻ? വേണ്ട. ഓക്കെ, then let's start the first test. ഫൈൻ ടെസ്റ്റ്. എനിക്ക് തീരെ സുഖമില്ല, എന്റെ മൂഡ് ഒട്ടും ഓക്കെ അല്ല. അപ്പൊ താൻ എങ്ങനെ ബിഹേവ് ചെയ്യും? എന്തു പറ്റി? വയ്യേ? കുഴപ്പമില്ല, ഐ എം ഫൈൻ. ഫൈൻ, ഓക്കെ. എന്നാ ഓക്കെ. അയ്യോ, എന്താ പറ്റിയേ? ഒന്നുമില്ല, ഐ എം ഫൈൻ. ഉറപ്പല്ലേ? ഐ എം ഫൈൻ. എന്നാ ഓക്കെ. താനല്ലേ ഓക്കെ പറഞ്ഞേ? ഞാൻ 2 വട്ടം ചോദിച്ചല്ലേ ഓക്കെ ആണോന്ന്. എന്ന് വെച്ച് ഞാൻ കാര്യം പറയുന്നത് വരെ ചോദിക്കണം. തന്റെ അല്ലേ 3 റിലേഷൻ പൊട്ടിയെന്ന് പറഞ്ഞത്, വെറുതെ അല്ല. റൗണ്ട് 2, ബെസ്റ്റ് റൗണ്ട്. എനിക്കിപ്പോ രാത്രി ഐസ്ക്രീം കഴിക്കാൻ തോന്നി, ഞാൻ എന്റെ ബെസ്റ്റിയായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയി. എനി പ്രോബ്ലംസ്? ബെസ്റ്റിയാ? ഏത് ബെസ്റ്റി? ഐസ്ക്രീം കഴിക്കാൻ തോന്നിയ ഫോൺ എടുക്കണം, ഓർഡർ ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ വിളി, ഞാൻ വരും. അല്ല, ബെസ്റ്റ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ബെസ്റ്റ് പൊക്കോ, എവിടേക്കാന്ന് വെച്ചാ പൊക്കോ, പക്ഷെ എനിക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടാ മതി. പിന്നെ 5 മിനിറ്റ് കൂടുമ്പോ വീഡിയോ കോളും. നിങ്ങൾ തീരെ പ്രോഗ്രസീവ് അല്ല. റൗണ്ട് 3, റാപ്പിഡ് ഫയർ. സാലറി എത്ര ഉണ്ട്? 50K. കട്ടിങ് എല്ലാം കഴിഞ്ഞ ഒരു 40. കല്യാണം കഴിഞ്ഞ് ഞാൻ തന്റെ വീട്ടിലോ താൻ എന്റെ വീട്ടിലോ? അതിലെന്ത് ഡൗട്ട്? യു എന്റെ വീട്ടിൽ, ഞാൻ തന്റെ വീട്ടിൽ നിന്നോളാം. കുട്ടികൾ? ഓഫ് കോഴ്സ്. ഒരു 10 മാസം ടൈം തരും, അപ്പോഴേക്കും നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അതിപ്പോ ഒരു നാട്ടു നടപ്പാവുമ്പോ. നെക്സ്റ്റ് റൗണ്ട്, ഫോൺ ചെക്ക്. ഫോൺ ഒരു മിനിറ്റ്. ഇത് കുറെ ഉണ്ടല്ലോ. വേണ്ട, ഇനി ഇതെനിക്ക് എന്തിനാ? നമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഗൂഗിൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. അല്ല, ഇതൊന്നും ഞാൻ കണ്ടല്ല കേട്ടോ. അത് 28 വർഷത്തെ സിംഗിൾ ലൈഫിന്റെ ഫ്രസ്ട്രേഷൻ ഇതിൽ കാണാനുണ്ട്. ഫൈനലി, ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
നിങ്ങൾ എന്തുകൊണ്ട് ഇന്റർവ്യൂവിന് വന്നത്? ഓ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുറെ നാളായി ആരെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട്, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അറിയാലോ, 28 വയസ്സായി. ഫേസ്ബുക്ക് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഡേറ്റിംഗ് ആപ്പും ഞാൻ നോക്കി, എവിടെയും കിട്ടിയില്ല. ചിലപ്പം ഇവിടുന്ന് കിട്ടിയാലോ. ഞാൻ എന്തിനാ ഇന്റർവ്യൂ വെച്ചെന്നറിയോ? എനിക്കറിയാം, എനിക്ക് വേണ്ടിയല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കോണ്ടന്റ് ആണ്. ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് മനസ്സിലായില്ലേ? ലവ്ലി ഗേൾ 202 എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 421 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ചാനലിൽ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ 1 മില്യൺ അടിക്കും. ആളെ വിളിച്ചു വരുത്തി കളിയാക്കുന്നാടി. ഈ ടൈം ബെസ്റ്റ് ഓഫ് നിന്നെങ്കിൽ രണ്ടുപേരെങ്കിലും എനിക്ക് സെറ്റ് ആയനെ. ഉള്ള അമ്മൂമ്മയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്. നീ വരുന്നില്ലേ? നീ ഇങ്ങനെ ഇരുന്നോ, ഞാൻ പോകും. അടുത്ത ഇന്റർവ്യൂ കസേര. അതെ, എന്തായാലും വീഡിയോ എടുത്തില്ലേ, എന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാവോ? അടുത്ത് വരുന്ന ആളെങ്കിലും സെറ്റാവാൻ വേണ്ടിയിട്ടാ. ഞാൻ എന്നാ പോട്ടെ. മിസ് യു. അപ്പോൾ അടുത്ത വൈറൽ കണ്ടന്റുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. പണ്ടാരം പോകാൻ പറ്റുന്നില്ല.